ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ പ്രകോപനവുമായി പാകിസ്ഥാൻ. മത്സരം പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ നടത്താമെന്ന് പാക് ക്രിക്കറ്റ് ബോർഡ്. അതേസമയം ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കില്ല എന്ന് BCCI അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പാകിസ്ഥാന്റെ പ്രകോപനം. ഗൗതം അനന്തനാരായൺ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, ഈ സുരക്ഷാ കാരണങ്ങളാലാണോ BCCI അങ്ങനെ ഒരു തീരുമാനമെടുത്തത്? ഇപ്പോൾ തുടർന്ന് പ്രകോപനവുമായി പാകിസ്ഥാൻ രംഗത്തെത്തുന്ന ഒരു കാഴ്ച. വാർത്തയുടെ വിശദാംശങ്ങൾ ആദ്യം. ICC ചാമ്പ്യൻസ് ട്രോഫിക്കായി പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ ടീമിനെ അയക്കില്ല എന്ന് നേരത്തെ തന്നെ BCCI വ്യക്തമാക്കിയതാണ്. ഇതേ തുടർന്നാണ് ഇപ്പോൾ പ്രകോപനപരമായ ഒരു പ്രസ്താവന പാകിസ്ഥാന്റെ ക്രിക്കറ്റ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. മത്സരം പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ നടത്താമെന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. നിലവിൽ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ടാണ് ഭാരതം POJKയെ കാണാറുള്ളത്. അടുത്ത കാലത്തൊക്കെ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ തുടർച്ചയായി BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഭാഗത്ത് നിന്നും POJK ഉടൻ തന്നെ ഭാരതത്തിന്റെ ഭാഗമാകുമെന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വന്നിരുന്നു. ഇത് കണക്കിലെടുത്തുകൊണ്ട് കൂടിയാണ് ഈ പാകിസ്ഥാന്റെ ഇത്തരമൊരു പ്രസ്താവന എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ICC നിലവിൽ വലിയ തോതിലുള്ള ഒരു ആശങ്കയിലാണ്. കാരണം ഇന്ത്യൻ ടീം പാകിസ്ഥാനിൽ ICC ചാമ്പ്യൻസ് ട്രോഫി കളിക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ദുബൈയിലേക്ക് മത്സരം മാറ്റണം, അല്ലെങ്കിൽ UAEയിലെ ഏതെങ്കിലും ഭാഗത്തേക്ക് മത്സരം മാറ്റണം എന്നതാണ് BCCIയുടെ ആവശ്യം. എന്നാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇതിന് തയ്യാറാകുന്നില്ല. അതിനാൽ വലിയ ആശയക്കുഴപ്പത്തിലേക്ക് ഇപ്പോൾ ICC എത്തിയിരിക്കുകയാണ്. ICCക്ക് മുന്നിൽ 3 സാധ്യതകളാണ് മുന്നിലുള്ളത്. ഒന്നെങ്കിൽ BCCI പറയുന്നത് പോലെ ഇന്ത്യയുടെ മത്സരങ്ങൾ UAE ഉൾപ്പെടെയുള്ള മറ്റേതെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് മാറ്റുക. അതല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദി പൂർണ്ണമായി തന്നെ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറ്റുക. അതും അല്ലെങ്കിൽ മൂന്നാമതുള്ള ഓപ്ഷൻ ഈ ICC ചാമ്പ്യൻസ് ട്രോഫി പൂർണ്ണമായി തന്നെ മത്സരം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് വലിയ സാമ്പത്തിക നഷ്ടം ഉൾപ്പെടെ ICCക്ക് വരുത്തി വെക്കും. അതിനാൽ BCCIയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനും ഇടയിലുള്ള ഈ തർക്കം ഇപ്പോൾ ICCI ആണ് വെട്ടിലാക്കിയിരിക്കുന്നത്. ശരി ഗൗതം.